നമുക്ക് രണ്ട് തരത്തിൽ ദൈവാനുഭവത്തെ സമീപിക്കാൻ പറ്റും. ഒന്ന് ജ്ഞാനമാർഗത്തിലൂടെയാണ് നമ്മൾ, പിന്നെ ഭക്തിമാർഗമുണ്ട്, കർമ്മമാർഗമുണ്ട്, അതെല്ലാം ഇന്ത്യൻ മാർഗങ്ങളാണ്. പണ്ട് പോലെ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ ഋഷിവര്യന്മാരുണ്ടാക്കിയ മാർഗങ്ങളാണ്, ലോകത്തിലുള്ളതാണ്. ലോകത്തിൽ പണ്ട് പോലെ ഉള്ള ഇവരിതിനെ ഐഡൻറ്റിഫൈ ചെയ്തു, ഋഷികളിതിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇന്നത്തെ ഒരു ജ്ഞാനമാർഗം അതാണ്. ഈശോ വരുമ്പോൾ ഈശോ എന്താ പറയണത്? ഈ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ എന്ന് പറയുന്ന ക്രിസ്തു ആരാണ്? അറിഞ്ഞാരാധിക്കുന്നതിലാണ് ക്രിസ്തു വരണത്. യോഹന്നാൻ 4:22 നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. പറഞ്ഞേ, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നത്. രക്ഷ എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. ലൂക്ക 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ. ലൂക്ക 2:30 എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അപ്പൊ ക്രിസ്തു എന്ന് പറയുന്ന രക്ഷാമാർഗം എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം ഒരുക്കിയത്. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം. അപ്പം ദൈവത്തിൻ്റെ വിഭാവനയിലുള്ളതാണ് ഫോർ ഓൾ മെൻ, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ജ്ഞാനമാർഗ ധ്യാനത്തിൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഉടമ്പടി നമ്മൾ അറിവോടുകൂടി ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത്. ചെറിയ അച്ഛൻ പറഞ്ഞ് കൊച്ചി പോകാൻ, കൊച്ചി പോയച്ഛൻ വന്നത് എന്തിനാണ് പോയതെന്ന് വന്നപ്പോഴാണ് തിരക്കണത്. അയ്യോ എന്തിനാണ് എന്നെ കൊച്ചി പറഞ്ഞ് വിട്ടതെന്ന് മനസ്സിലായില്ലേ? അതുപോലെ ഉടമ്പടി എടുക്കുന്നവരുണ്ട്. അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കാൻ പത്രം കൊടുത്തു, ക്ലിയർ, ഓരോ ദിവസമില്ല. അച്ഛൻ പറഞ്ഞ് രോഗികളെ കാണാൻ രോഗികളെ കണ്ട്. അച്ഛൻ പറഞ്ഞ് പൊതിച്ചോറ് കൊടുക്കുക, ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം. ഇപ്പം നിങ്ങൾ തന്ന മുഴുവൻ വസ്ത്രങ്ങളും ഞങ്ങൾ കൊണ്ട് വയനാട്ടിൽ കൊടുത്തു. ഇനി കുറേ ഇരിപ്പുണ്ട്. കാര്യം അടിയന്തര സാഹചര്യങ്ങളിൽ ആളുടെ കയ്യിലും വസ്ത്രം ഉണ്ടാകത്തില്ല, നിങ്ങൾക്കറിയാവില്ല, ആളുടെ കയ്യിലും ഉണ്ടാകത്തില്ല. അപ്പം മനുഷ്യൻ നമ്മുടെ സമൂഹത്തിന് അത് നിങ്ങൾക്കറിയാവില്ല, എന്ത് ഒരു വിഷയം വരുമ്പോൾ വേദന അല്ലെങ്കിൽ ദുരന്തം, അത് മതവും ജാതിയും നോക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെയല്ല, പ്രകൃതിയിൽ എപ്പോഴും ഇത് ഉണ്ടാവും. കർത്താവ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് നിങ്ങൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാകും. കർത്താവ് ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദുരന്തത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യണില്ല. കർത്താവ് പറഞ്ഞു സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞ് വീണ്, ഉയർന്നു നിൽക്കണൊക്കെ ഇടിഞ്ഞ് വീഴുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഉയർന്നു നിൽക്കണ എന്ത് ഉയർന്നു നിന്നാലും അത് എപ്പോഴെങ്കിലും നാളെ ഇടിഞ്ഞ് വീഴും. മനുഷ്യൻ്റെ ബുദ്ധിയും ബോധവും ശാസ്ത്രമൊക്കെ വളരണ അനുസരിച്ച് ദൈവം എന്തിനാണ് ഈ ശാസ്ത്രത്തെ വളർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പം മദ്രാസ് നഗരം മുഴുവനും ഒരു മഴ പെയ്താൽ മതി, അപ്പം തന്നെ വെള്ളം നിൽക്കും, കഴുത്തപ്പം വെള്ളം നിൽക്കും. ഈ ബ്രിട്ടീഷുകാർ ഭരിക്കണ കാലത്ത് മദ്രാസ് നഗരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇറക്കിയിട്ടുണ്ട് അവർ. അവിടെ അന്ന് പുഴയായിട്ട് വെള്ളം ഒഴുക്കൊണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഫ്ലാറ്റ് പണിത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായത് മദ്രാസിൽ. ഇപ്പോൾ അവർ സ്ഥലത്തിൻ്റെ വിലയെല്ലാം കുറഞ്ഞു, എല്ലാം. അപ്പോൾ മനുഷ്യന് ബുദ്ധിയും ബോധമൊക്കെ തരുമ്പോൾ അതനുസരിച്ചിട്ട് നിലവിലുള്ള ഗവൺമെൻറ്റുകൾ അവരെ പൗരന്മാരെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ സംരക്ഷിക്കാൻ ആർക്കാണ് ബാധ്യത? ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെൻറ്റിനാണ് ബാധ്യത, ഫസ്റ്റ് ബാധ്യത. അതിനുശേഷം മാത്രമേ സാമുദായിക സാമൂഹ്യ മതപരമായ സംഘടനകൾക്കുള്ള ഫസ്റ്റ് ബാധ്യത ഗവൺമെൻറ്റിനാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് വ്യക്തമായിട്ട് സുരക്ഷിതമായിട്ടും കേരളത്തിൽ ജീവിക്കാൻ പറ്റിയ വസിപ്പിടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ കൈയുയർത്തി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വാസഭൂമി നൽകിയതിന് നന്ദി പറയുന്നു.
ലൂക്കാ 13:4 ശ്രുതികട ഹല്ലേലൂയ. ലൂക്കാ 13:4 സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് പറഞ്ഞേ, സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. അപ്പൊ ഈശോ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായ ദുരന്തം, മാൻമേഡ് കലാമിറ്റി ഉണ്ടാകുമ്പോൾ ആ കലാമിറ്റിയെ സമീപിക്കുന്നത് നിത്യതയുമായിട്ട് കണക്ട് ചെയ്താണ്. എന്താ കാര്യം? ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പശ്ചാത്തപിക്കണം. ആ ദുരന്തം നമ്മൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ അനുതപിക്കണം. അനുതാപവും സംരക്ഷണവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ബൈബിളിൻ്റെ ഒരു ബയോളജി വർക്ക് ചെയ്യണത് നമ്മുടെ അനുതാപം. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം. ഒന്ന് തിരക്കി നോക്കി എത്ര പേര് കുമ്പസാരിച്ചിട്ടുണ്ടെന്ന്. കാത്തലിക്സിനാണ് അത് ബാധകമായിട്ടുള്ളത്, അത് കൗദാശിയത് കൊണ്ട്. നിങ്ങൾ തിരക്കി നോക്കി എത്ര പേര് കുമ്പസാരിച്ചിട്ടുണ്ടെന്ന്. ഉടമ്പടി എടുത്തിട്ട് പോലും കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ എന്തൊരു കാണ്ടാമൃഗമായിരിക്കും ആ അവതാരം. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. ഉടമ്പടി എടുത്തിട്ട് പോലും, ഉടമ്പടി ഇവിടെ 2 ആഴ്ചയിൽ കുമ്പസാരിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ട് പോയിരിക്കുകയാണ്. നിങ്ങളോട് ഞാനത് എന്താ അങ്ങനെ പറഞ്ഞതെന്നറിയാവോ? അതായത് നമ്മുടെ വിശുദ്ധിയും ദൈവസംരക്ഷണവും തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ്. ദൈവത്തിന് നമ്മൾ ഒരു റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്താണ്? ദൈവത്തിന് റീച്ച് കിട്ടാൻ പറ്റിയ രീതിയിൽ നമ്മളെ തന്നെ പ്ലേസ് ചെയ്യണം. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഒരു പോലീസുകാരൻ നിന്ന് ക്ലാസ് തുറക്കണം കണ്ടിട്ടില്ലേ? മുങ്ങിത്താഴാൻ പോകുന്നവനെ നിങ്ങളെ പിടിക്കരുത്, ഭക്ഷണം കഴിക്കില്ലാതെ നമുക്ക് 30 ദിവസം താമസിക്കാം, പ്രാണവായു ഇല്ലാതെ 3 മിനിറ്റ് താമസിക്കാൻ പറ്റത്തില്ല. മുങ്ങിച്ചാകാൻ പോകുന്നവർ നിങ്ങൾ പിടിക്കാൻ പോയാൽ അവൻ കയറി നിങ്ങളെ പിടിക്കും, രണ്ടും ചാകും. അപ്പോൾ ഇങ്ങനെ ഓരോരോ തരം ക്ലാസ്സുകൾ മനുഷ്യരാശിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇപ്പോൾ മുങ്ങി ചാകാൻ പോകുന്നവരാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ചില പ്രത്യേകമായ മുങ്ങൽ മാർഗങ്ങളും അവരെ പിടിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾക്ക് ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു സേഫ് കോർണർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ? വിശുദ്ധിയിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യണത്. മനസ്സിലായില്ലേ? വിശുദ്ധിയും പ്രൊട്ടക്ഷൻ സംരക്ഷണവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പം ഞാൻ നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതുപോലെ ഉടമ്പടിയുടെ ഭാഗമായിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്. മനസാക്ഷി നിങ്ങൾക്ക് വേദപുസ്തകം വെളിപാടായിട്ട് തന്നിട്ടില്ലാത്തുള്ള കാലം, നിങ്ങളത് അംഗീകരിക്കാത്തുള്ള കാലം അംഗീകരിക്കേണ്ടത് എന്താണ്? ദൈവം മനുഷ്യരാശി കൊടുത്തിരിക്കുന്ന സത്യമായ മനസാക്ഷി തന്നെയാണ്. അതിൻ്റെ അകത്ത് കൊല്ലരുതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? പ്രത്യേകിച്ച് ആരെയും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? വ്യഭിചാരം ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതല്ലേ? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണിത്. അപ്പോൾ ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അത് പൗലോസപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയണത് പാപത്തിനെക്കുറിച്ചാണെങ്കിൽ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ബൈബിൾ പഠിക്കാത്തവർക്കും അറിയാവുന്നതാണ് പറയണത്, എല്ലാവർക്കും അറിയാം. അതാണ് മനസാക്ഷി എന്ന് പറയണത്. ഗലാത്യർ 5:19 ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞ കേട്ടില്ലേ? എന്താണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ? എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത. എന്താണ്? കൂടുതൽ കൈ നോക്കല് ഇങ്ങനെ പരിപാടിയൊക്കെയാണ് ആഭിചാരം. ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. മധുരോത്സവത്തിൻ്റെ അകത്ത് എല്ലാ സംഭവം ഉണ്ട്. ഹോമോസെക്സ്വാലിറ്റി ഉണ്ട്, ലെസ്ബിയനിസം ഉണ്ട്, സ്വവർഗരതിയുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട് ഇതിനകത്ത്. ബൈബിൾ എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യും. ഇത് എല്ലാവർക്കും അറിയാവുന്ന പറയണത്. കൽപ്പന തന്നാലും തന്നില്ലേലും നിങ്ങളാരും
ഇതറിയാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാരും അതിനകത്ത് ഒഴിവ് കഴിവില്ലെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? ഇതാണ് മനസാക്ഷി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദപിക്കാം കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്ക് നൽകേണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയർ, ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത്. പിടിയിടുക. വാട്ട് ഈസ് പീസ്? എന്താണ് സമാധാനം ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കാൻ അനുകൂലമായ ഒരു കാലാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുക. അതിനെന്ത് ചെയ്യണം? എല്ലാവരോടുമാണ്, ശത്രുക്കളോടും പോലും എല്ലാവരോടും കഴിയുന്നത്ര എന്ത് ചെയ്യണം? സമാധാനത്തിൽ വർത്തിക്കണം. അപ്പോൾ സമാധാനത്തിൽ വർത്തിക്കണത്, സമാധാനം വർത്തിക്കണത് അത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം അതല്ല. സമാധാനത്തിൽ വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി അവിടെയാണ് എൻ്റെ പോയിന്റ് വരണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹെബ്രായർ 12:14. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർ 12:14. ഹെബ്രായർ 12:14. എല്ലാവരോടും എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. ബൈബിള് ഇത് റോമ 12 കണ്ടത്. 12:18 എന്താ പറഞ്ഞത്? കഴിയുന്നിടത്തോടെ എല്ലാവരോടും സമാധാനത്തോടെ വർത്തിക്കുക. എന്തിനാണ് സമാധാനത്തോടെ വർദ്ധിക്കണത്? അതാണ് വീണ്ടും ഹെബ്രായർ വരുമ്പോൾ 12:14 പറയും. എന്താണ്? സമാധാനത്തോടെ വർത്തിച്ച് പറഞ്ഞേ, സമാധാനത്തോടെ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും. അപ്പൊ സമാധാനത്തെ പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? വിശുദ്ധിയാണ്. ഉടമ്പടിയിൽ പെട്ടെന്ന് ദൈവത്തെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു നിലപാട് ക്രിയേറ്റ് ചെയ്യണം നമ്മളെ. അതായത് മൂന്നാമത്തെ പ്രാവശ്യമോ രണ്ടാമത്തെ നീല ഉടമ്പടി ആയി അല്ലെങ്കിൽ വെള്ള ഉടമ്പടി ആയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റുപറയാൻ വേണ്ടി മാത്രം ഏറ്റുപറയാൻ വേണ്ടി ഒന്നും ഉണ്ടാവരുത്. മറിച്ച് എന്താണ്? ആ കോളങ്ങൾ, പണ്ട് പാപങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ന് കൃപ താമസിക്കണം. അല്ലാതെ ഞാൻ ഉടമ്പടി പുതുക്കുകയാണ്, പത്രം മേടിച്ച് ഉടമ്പടി പുതുക്കിത്താ, ഞങ്ങൾക്ക് PR ഇപ്പം കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് മരുമകൾ പറയണ്ടെന്ന് ആ പരിപാടി. അതിനാണ് ഉടമ്പടി പുതുക്കിയിരിക്കേണ്ടത്. പണ്ടാരം നിങ്ങൾ കാര്യങ്ങൾ മറിയണമെങ്കിൽ ഈ മരമറിയാതൊന്നും കൊടിയിടരുത് കേട്ടോ. ഇത് സത്യസന്ധമായ ദൈവ സംവിധാനമാണ്. ദൈവത്തിൻ്റെ ഞാൻ നിങ്ങൾ പറഞ്ഞത് പോർഷൻ ഓഫ് ഗോഡ് മസ്റ്റ് ബി ഗ്യാരണ്ടീഡ്. ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും വരുമ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭാഗം, ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത് എന്താണ്? ഒരു പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ദ പോർഷൻ ഓഫ് ഭൗമമായ ഒരു വശം, ഭൗമാകർഷണം. പ്രാർത്ഥനയിലുള്ള ഭൗമാകർഷണമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന വീട്, ജോലി, കല്യാണം, വിവാഹം, മക്കൾ, ഭൗമാകർഷണമാണ്. ചില അണ്ണന്മാരുടെ ഉടമ്പടിയിൽ അത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതാണ് പ്രശ്നം. 6 കാര്യം എഴുതിയാൽ പിന്നെയും വണ്ടിയിടും. ദൈവമേ അത് പറന്നു പോയല്ല. 6 കാര്യം അവർ എഴുതിയേ, പിന്നെ അവർക്ക് എഴുതാനുണ്ട് കാര്യങ്ങൾ. എൻ്റെ മക്കളെ, നിങ്ങൾ എഴുതിയ കാര്യം വെച്ചാണ് ദൈവം ഇത് ചെയ്യണത്. അല്ല, ദൈവം ചെയ്യണത് അവൻ്റെ സമൃദ്ധിയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്ക് മേലെ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ പെൺമക്കളെ, അതായത് ഇപ്പം നിങ്ങൾ 6 കാര്യം എഴുതി പിന്നെ വണ്ടിയിലിരിക്കുമ്പോൾ പിന്നെ ദൈവമേ ഇനി പുതുക്കണമെങ്കിൽ 90 ദിവസം കഴിയണം. അത് 90 ദിവസം കഴിഞ്ഞാലേ അത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇനി 6 കാര്യം തീർന്നില്ല, വേറെയും കുറേ കാര്യം ആലോചിച്ച് എഴുതിയില്ല എന്ന് ചേർത്തിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ അനിയത്തിനെ കൊണ്ട് ഉടമ്പടിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാര്യം അവളെ കൊണ്ട് എഴുതിപ്പിക്കാതിരിക്കണം. നിങ്ങൾ എന്തൊരു ശവമാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ 6 കാര്യം തീർന്നിട്ട് നിങ്ങൾക്ക് സമാധാനമായില്ല, പിന്നെ കാര്യം കിടക്കുകയാണ്. അത് കാരണം ഇനി അനിയത്തിനെ മകളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് അവളെ ചാട്ടക്കയറ്റി ഉടമ്പടി എടുപ്പിക്കും. എന്തിനാണ്? അവൾക്ക് ആധ്യാത്മികമായ പ്രവർത്തനം എന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതല്ല, അവളുടെ ഉടമ്പടിയിൽ ഇവളുടെ കാര്യം എഴുതി ചേർക്കാൻ വേണ്ടിയാണ്. എന്തൊരു പണ്ടാരം! ഇത് ഭൗമാകർഷണമാണ് മുഴുവനും. പൊങ്ങത്തില്ല, പറയാർത്ഥം മുള്ളോട്ട് പോകത്തില്ല. ദൈവാകർഷണത്തിൻ്റെ കണ്ടന്റ് അവിടെ വേണം. ദൈവത്തിന് എന്താണ് പ്രയോജനം? അതാണ് വിഷയം.
നിങ്ങളുടെ ഓരോ ഉടമ്പടി കണ്ടന്റിൽ എഴുതുമ്പോൾ, ഇൻറ്റൻഷൻ എഴുതുമ്പോൾ, നിയോഗം എഴുതുമ്പോൾ ഇതിനും ദൈവത്തിന് എന്താ പ്രയോജനമെന്നുള്ള ദൈവത്തിൻ്റെ ഭാഗം എടുത്ത് ലാഭം എടുത്ത് മാറ്റി വയ്ക്കും. ഈ കച്ചവടത്തിൽ, ഈ വിനിമയത്തിൽ ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം എടുത്ത് മാറ്റി വെച്ചേക്കണം. എന്നാൽ പിന്നെ ഈ സാധനം പെട്ടെന്ന് പൊങ്ങും. മനസ്സിലായില്ലേ? ഉടമ്പടി ഞാനും പറഞ്ഞ പോലെ ഒരു ആധ്യാത്മികമായ ഒരു ജ്ഞാനസൂത്രമാണ്. ഈ ജ്ഞാനസൂത്രത്തിൽ ബുദ്ധിപരമായിട്ട് ആധ്യാത്മിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ സംഭവത്തെ പ്ലേസ് ചെയ്യാൻ. നമ്മൾ ബൈബിൾ വായിക്കണമെന്ന് പറയണതും ബൈബിൾ പ്രഭാഷണം കേൾക്കണതിൻ്റെ ഉദ്ദേശം എന്താണ്? ലൈഫിൻ്റെ അനുഭവങ്ങളെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും. നല്ല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കൃപയുടെ ഇൻകമുണ്ട്, അതുപോലെ തന്നെ മോശ അനുഭവങ്ങളിൽ നിന്ന് ഇൻകമുണ്ട്. മോശ അനുഭവങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളത്, കൃപയുടെ വരവുള്ളത്. കാര്യം എന്താ? ദൈവത്തിൻ്റെ സമൃദ്ധിയല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലെയും നമ്മളെടുക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യണ പോലെ ഇരിക്കും. നമ്മളെടുക്കുന്ന എല്ലാ വിഷയവും ക്രിസ്തുവാണ് അതിൻ്റെ അകത്ത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ ക്ലേശങ്ങളെയും കൺവേർട്ട് ചെയ്ത് കൃപയാക്കാൻ പറ്റും. കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഒരേ സമയം തന്നെ. ഈ കൃപ വർദ്ധിക്കുന്ന അനുസരിച്ചാണ് ശക്തി സാന്നിധ്യമായിട്ട് അവതരിക്കുന്നത്. ഉടമ്പടിയിൽ എപ്പോഴും സാന്നിധ്യമുണ്ട്, അറിയാമല്ലോ. നിങ്ങൾക്ക് കൃപ വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് ഈ ശക്തി, ദൈവത്തിൻ്റെ കൃപ. ഇപ്പോൾ 1 കൊറിന്ത്യസ് 12:9 എന്താണ്? ദൈവത്തിൻ്റെ ശക്തി ആണ് കൃപയെന്ന് അവിടെ പറയുന്നുണ്ട്. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:9. 2 കൊറിന്ത്യസ് 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഒന്ന് പറഞ്ഞേ. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പൊ കുരിശ് ക്ലേശങ്ങളിലാണ് കംപ്ലീറ്റ് ആയിട്ട് ശക്തി പ്രകടമാകണത്. എന്നുവെച്ചാൽ ദുഃഖാനുഭവങ്ങളിലാണ് കൃപയ്ക്ക് കൂടുതൽ സാധ്യതയുള്ളത്, സന്തോഷാനുഭവങ്ങളല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് Take the word of God. ഞാൻ ശക്തനായിരിക്കട്ടെ. Take the word of God. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. 2 കൊരിന്തോസ് 12:10. 2 കൊരിന്തോസ് 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അത്യാഹിതം, ഉരുളപൊട്ടലായാലും ശരി, വേറെ എന്ത് അത്യാഹിതമായാലും ശരി, അതിനെല്ലാം ബൈബിൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ബൈബിൾ നിങ്ങളുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും എല്ലാം അഡ്രസ്സ് ചെയ്യും. എന്നിട്ട് പറയും ഈ സംഭവങ്ങളെ എങ്ങനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ബലപ്പെടാൻ പറ്റും. അവശേഷിക്കുന്നതിൻ്റെ ബലമാണ് വിഷയം. അത് ബലമെന്ന് പറയണത് നമ്മുടെ ബോൺവിറ്റായ ബൂസ്റ്റർ കഴിച്ചുള്ള ബലമല്ല, നിത്യത വരെ നിലനിൽക്കുന്ന ബലമാണ്. കൈയടിക്കട്ടെ. ഞങ്ങളുടെ സമരങ്ങളെല്ലാം കൃപയാക്കി മാറ്റാനുള്ള ആന്തരിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും എല്ലാ ദുരിതങ്ങളും ദുരിത സാഹചര്യങ്ങളും 16:23 അനുസരിച്ച് കൊണ്ട് യോഹന്നാൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്
ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 16:33. 16:33. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. ഇവിടെ സമാധാനം മനുഷ്യൻ കണ്ടെത്തേണ്ട ആരിലാണ്? ക്രിസ്തുവിലെ. എന്താ കാര്യം? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. പറഞ്ഞേ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഇപ്പൊ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് എന്ന് പറഞ്ഞിട്ട് എങ്കിലും ധൈര്യമായിരിക്കാൻ പറയുമ്പോൾ ആ ധൈര്യം ആരിലാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ക്രിസ്തുവിൽ. കൈയ്യടിക്കട്ടെ. ശ്രുതികട്ടെ. യോഹന്നാൻ 16:33 ഇപ്പൊ പറയണത്. എന്താ പറയണത്? എന്നിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നേരത്തെ പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവൻ. ആ ധൈര്യം ആയിരിക്കേണ്ടത് ക്രിസ്തുവിലാണ്. എന്താ കാര്യം? നമ്മൾ തോട് കാണുന്നു. തോട് കാണുമ്പോൾ നമ്മൾ വിറച്ച് തല്ലി അവിടെ നിൽക്കുന്നത്, മുങ്ങുക, കഴുത്ത മുങ്ങുക, ഒഴുകി പോകുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ കയ്യെ പിടിക്കണത്. ആരാണത്? അവൻ കടൽ ചാടിയവനാണ്. കടൽ ചാടിയവനാണ് നമ്മുടെ മുമ്പേ പിടി. തോട് ചാടാൻ വേണ്ടി നിൽക്കുന്നത് നമ്മുടെ മുമ്പേ കയ്യെ പിടിക്കുന്ന ആരാണ്? കടൽ ചാടിയവനാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ധൈര്യം കിട്ടും. അതാണ് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഞാനിരിക്കുക തിബേരിയസ് കടലിൻ്റെ തീരത്ത് കർത്താവ് അപ്പോസ്തലന്മാർക്ക് അപ്പം ചുട്ട് കൊടുത്ത് കടപ്പുറത്ത് പോയി വെറുതെ ഇരുന്ന്. കർത്താവ് ഇരുന്ന സ്ഥലമല്ലേ. അപ്പം തിബേരിയസ് കടലിൻ്റെ തീരത്ത് കർത്താവ് അപ്പം കനലെ വെച്ചു, മീനെ കനലെ വെച്ച് ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ട് വെളുപ്പയും കാലത്ത്. അപ്പം അവിടെ പോയി വെറുതെ ഇരുന്ന്. കാരണം അപ്പം ഞാനിരുന്നത് പക്ഷെ വൈകുന്നേരമാണ്. ഇരുന്നത് ശരിക്കും വെളുപ്പാൻ കാലത്താണ്. അപ്പം ഞാൻ ഗലീലെ കടലിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ 10 ദിവസം എവിടെ വെച്ചായിരിക്കും ചാടിയിരിക്കണത്. കർത്താവിനെ കണ്ടപ്പോഴേ തുണി കളഞ്ഞ് ഇല്ലാതിരുന്ന അവൻ തുണി എടുത്തുകൊണ്ട് വെള്ളത്തിലോട്ട് ചാടിയെന്ന് പറഞ്ഞില്ലേ? ചാടിയിട്ടാണല്ലോ അവൻ നീന്തി പിന്നെ കരകയറി നടന്നു വരുന്നത്. കർത്താവിനെ കണ്ടപ്പോൾ അവൻ ചാടിയില്ലേ? ഇപ്പം കർത്താവിനെ മറുകര കാണുമ്പോൾ ചാടണമെങ്കിലേ അവന് ഒരു ധൈര്യം എങ്ങനെ കിട്ടിയത്? പണ്ടിതുപോലെ പുള്ളിക്കാരൻ കടലിൻ്റെ മീതെ നടന്നില്ലേ? അപ്പോഴേ കാറ്റ് പിടിച്ചില്ലേ? അപ്പോഴേ അവൻ മുങ്ങിപ്പോയില്ലേ? അപ്പോഴവനെ പിടിച്ചില്ലേ? ആ പിടിച്ച ആൾ തന്നെയാണല്ലോ കരക്ക് നിൽക്കണത്. അപ്പം ഞാനിവിടെ മുങ്ങിപ്പോകത്തില്ല. ഞാൻ മുങ്ങിപ്പോയാലും അവൻ നടന്നു വന്ന് എന്നെ പിടിക്കും. ക്രിസ്തുവിലുള്ള ആ പഴയ അനുഭവങ്ങളാണ് അവനെ കടലിലേക്ക് ചാടാൻ 10 ദിവസം സഹായിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ആ കടൽ നമ്മുടെ കടൽ പോലെയല്ല, ഇങ്ങനെ കുത്തനെ കിടക്കുകയാണ്. ആഴമുണ്ട് ശരിക്കും. ഒരു 30 മീറ്റർ അകലെയാണെന്ന് പറഞ്ഞാലും ഒരു 4 താഴ്ച 5 താഴ്ച ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവ ഇട്ടത് ചാടണത്. അപ്പം പഴയ ഒരു അനുഭവം. എൻ്റെ മക്കൾ എപ്പോഴും ഓർക്കേണ്ടത് പഴയ അനുഭവങ്ങൾ എപ്പോഴും നോക്കണം. എന്തെങ്കിലും ക്ലേശം വരുമ്പോൾ പണ്ട് ദൈവം നിങ്ങളെ ഓൾറെഡി സ്ഥലം മുകളിൽ നിന്ന് ഇപ്പം നൂലെക്കെട്ടി ഇറക്കിയ ആളല്ലല്ലോ. പണ്ട് ഇതുവരെ ജീവിച്ച് വരണമെങ്കിൽ എന്തുമാത്രം കണ്ണീരിൻ്റെ പുഴ നമ്മൾ നീന്തി കടന്ന് കാണും ഇല്ലേ? അപ്പം അത് ഓർക്കണം. അന്നെല്ലാം നിന്നെ രക്ഷിച്ച ദൈവം തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കണത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്നെ സമാധാനമാണല്ലോ നമ്മുടെ സബ്ജക്റ്റ് അല്ലേ? റോമ 12:18 പോകുന്നതാണല്ലോ നമ്മൾ. എന്താ പറഞ്ഞിരിക്കണത്? സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തെ വർദ്ധിക്കുവാൻ. ആ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? സമാധാനത്തോടെ വർദ്ധിച്ചുകൊണ്ട് അല്ലേ? ഹെബ്രായർ 12:14 എന്താ പറയണത്? സമാധാനത്തോടെ വർദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ. അവിടുത്തെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? പാപമില്ലാത്ത അവസ്ഥയല്ല, കൃപയായ യേശുവിൻ്റെ ആളായ്മ തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി പരിശ്രമിക്കുന്നെന്നാണ് പറയണത്. സമാധാനം അതാണ് പറയണത്. നിങ്ങൾ എന്നിൽ സമാധാനം എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് ജീസസ് പറ്റത്തില്ലെന്നാണ് പറയണത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിലാണത് കണ്ടെത്തേണ്ടതെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിന്നെ എന്നിൽ സമാധാനം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 16:33 നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. പറഞ്ഞ നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങളോട് ഞാൻ ഇത് മാത്രമല്ല
പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, കർത്താവ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ ദൈവവചനം എന്തിനാണ് നമ്മൾ ക്രിസ്തുവിൽ കണ്ടെത്തണം? എന്ത് കണ്ടെത്തണം? സമാധാനം കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? കൃപ കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? ധൈര്യം കണ്ടെത്തണം. അല്ല, നിലനിൽപ്പിൻ്റെ എല്ലാ വരങ്ങളും കണ്ടെത്താനുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ അവസാന വാക്ക് ആൽഫയും ഒമേഗയുമാണ്. നിന്റെ കർത്താവ് കൈയടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഒരുമിച്ച് പാടട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ദൈവനാമേ നന്ദി, ദൈവനാമേ ആരാധന, മഹത്വം. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോരനെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. മക്കളെ, നമ്മുടെ പരസ്പരമുള്ള ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടും മുൻനിർത്തിക്കൊണ്ടും കേന്ദ്രീകരിച്ചുകൊണ്ടും നിങ്ങളുടെ ജീവിത വ്യാപാരങ്ങളെ നിങ്ങളെ പുനഃക്രമീകരിക്കുന്നത് സുവിശേഷ വിഹിതമായ രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ ലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് തുല്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത രീതിയുടെ ഓരോ കാര്യങ്ങളിലും ആത്യന്തിക ലക്ഷ്യം എന്തായിരിക്കണം? ക്രിസ്തുവായിരിക്കണം എല്ലാ വിഷയങ്ങളുടെ മേലും. അപ്പോൾ നമ്മൾ ആകുന്നിടത്തോളം എല്ലാവരും സമാധാനം വർദ്ധിക്കണേ. എന്താണ്? വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവേൻ. അപ്പോൾ വിശുദ്ധിയുടെ സാകല്യമായിട്ടാണ് ക്രിസ്തു വരണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വ്യാപാരങ്ങളും നിങ്ങൾ ആത്മശോധന ചെയ്യണം. കാരണം അതിനെതിരായിട്ടുള്ള ക്രോധം, അതുപോലെ തന്നെ മോഹം, അതിനെതിരായുള്ള വൈരാഗ്യം, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലക്കം, ഭിന്നത, ഇങ്ങനെ ലൗകിക ആയിട്ടുള്ള എല്ലാവിധ ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന ചൈതന്യങ്ങളെ പതുക്കെ നമ്മൾ സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപവാസം വെച്ചിരിക്കുന്നത്. ഉടമ്പടി ഉപവാസം ഇല്ലേ? അപ്പോൾ ഉടമ്പടി ഉപവാസം ആരും തെറ്റിക്കൊന്നും ചെയ്യരുത് കേട്ടോ. അത് ഏത് ജാതിയായാലും ഉപവാസം തന്നെയാണ്. അപ്പോൾ അത് എന്തിനാണ്? സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ക്രിസ്തുവിലേക്കുള്ള എൻ്റെ യാത്രയിൽ, അതായത് കൃപയിലേക്കുള്ള യാത്ര. ക്രിസ്തുവിൻ്റെയൊക്കെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. അതല്ല, നമ്മൾ ഒരു മനുഷ്യൻ ഇഹത്തിലും പരത്തിലും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കൃപയെന്ന ആത്മീയ ബലം കൊണ്ടാണ്. ആ ബലത്തെ സമൃദ്ധിയാകാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളാണ്, ആത്മീയ ക്രമീകരണങ്ങളാണ് ഉടമ്പടി നിങ്ങൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബൂസ്റ്റ് ചെയ്യാനും അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അതിനുള്ള ഉപവി പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാം ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ 6 കാര്യമെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണാക്കിടേണ്ട കാര്യമില്ല. ദൈവത്തിന് 600 കാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ നിങ്ങൾ നടത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ സാബു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര കടവാണ്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അവന് ചെറിയൊരു പന്നി വളർത്തലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പന്നി വളർത്തുന്ന ആൾക്കാർ എന്തിനാണ് വളർത്തുന്നത്? ആൾക്കാർ പന്നി ഒരു 3 മാസം കൂടുമ്പോൾ പ്രസവിക്കും, കുറേ കുഞ്ഞുങ്ങളെ കിട്ടും, വിൽക്കാൻ പറ്റും, അപ്പോൾ കുറച്ച് ലാഭം കിട്ടും. പക്ഷേ ഈ പുള്ളിക്കാരൻ ഗതി പിടിക്കണില്ല, പന്നി വളർത്തിയിട്ട് പോലും ഗതി പിടിക്കണില്ല. അപ്പോഴൊന്ന് ഉടമ്പടി എടുത്തപ്പോൾ പുള്ളിക്ക് തോന്നി, ഏതായാലും എനിക്കറിയാവുന്നൊരു പണി ഇതാണ്. ആ പണി പുള്ളി ചെയ്തപ്പോഴും ദൈവം എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെ ദൈവം ആശീർവദിച്ചപ്പോൾ സാബ് പറയണത്, ഞാൻ പന്നി വളർത്തി നല്ല പരിചയമുള്ള ആളാണ്, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോണ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ 3 മാസം 21 ദിവസമാണ് പന്നി പ്രസവിക്കണത്. എൻ്റെ പന്നി ഇപ്പം 3 മാസം തികയുന്ന മുമ്പ് തന്നെ പ്രസവിക്കാൻ തുടങ്ങിയെന്ന്. എനിക്ക് അർത്ഥം മനസ്സിലായില്ല എൻ്റെ. എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വരുമാനം കൂട്ടാൻ വേണ്ടി ദൈവം പ്രത്യേകമായ അതിൻ്റെ ജനുസ് തന്നെ മാറ്റിക്കളയുകയാണ്. ആ പന്നിയുടെ ജനുസില്ല, അത് മാറ്റിയിട്ട് പറയുകയാണ് 20 കുഞ്ഞിന് പകരം 40 കുഞ്ഞിനാണ് ഈ സാധനം പ്രസവിക്കണമെന്ന്. സമയം കുറച്ച് കുഞ്ഞുങ്ങളുടെ എണ്ണം കൂട്ടി കൊടുത്തു. ദൈവത്തിന് എങ്ങനെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ?
ദൈവത്തിന് നിങ്ങളുടെ ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് എണ്ണി പിടിക്കരുത്. നിങ്ങളുടെ നിലനിൽപ്പ് തറയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായി നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങളെ നിലനിർത്താൻ പറ്റും. ആ സാബു ഒരു ദിവസം ഇവിടെ ഭയങ്കര സങ്കടം. എന്താ കാര്യം? വലിയ ശനിയാഴ്ച പുള്ളി വന്നത്, ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതേ. ആളെ കരകയറി വന്നപ്പോൾ ഉടമ്പടി പുതുക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് പുള്ളി വന്നപ്പോൾ വലിയ ശനിയാഴ്ചയായിപ്പോയി. വലിയ ശനിയാഴ്ചയായപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലല്ല. അത് പുള്ളി ധ്യാനം കൂടിയിട്ടില്ലെന്നോ, ധ്യാനം കൂടി ആ പ്രാവശ്യത്തെ ധ്യാനം കൂടില്ലെന്ന് തോന്നുന്നത്. വലിയ ശനിയാഴ്ച ഇവിടെ വന്നപ്പോൾ കൃപാസനം പൂട്ടിക്കാനല്ല, ആൾക്കാർ കയറി മൗനമായി പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ഒന്നും ശുശ്രൂഷ ഒന്നുമില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായി. അമ്മയെ കാണാൻ വന്നിട്ട് കാണാതെ പോകേണ്ട അവസ്ഥ വന്നല്ല എന്ന് പറഞ്ഞില്ല, സങ്കടപ്പെട്ടില്ല. പെട്ടെന്ന് ഒരു മുല്ലപ്പൂ മണം ഇങ്ങനെ കയറി ചുഴന്നു നിന്ന്. നമ്മൾ പറയണതെല്ലാം ഇങ്ങനെ മുഴുവനും ഈ ഭിത്തിക്ക് മുഴുവൻ മാതാവിൻ്റെ ചെയ് വെച്ചിരിക്കുക. നിൻ്റെ ദീർഘനിശ്വാസം വരെ ഇങ്ങനെ സക്ക് ചെയ്ത് പിടിക്കും. എന്നിട്ട് നേരെ നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിന്നോട് സംസാരിക്കും. എനിക്ക് മനസ്സിലായിരിക്കണത് ഈ പ്രസൻസാണ് ഉടമ്പടിയുടെ ഏറ്റവും വലുത്. അച്ഛാ, നിങ്ങളെപ്പോഴും നിങ്ങളുടെ വീട്, കല്യാണം, PR, പെൻഷൻ എന്ന് പറഞ്ഞ് കാറിക്കൂപ്പി നടക്കാതെ പ്രസൻസിന് വേണ്ടി ഒന്ന് മാറ്റിപ്പിടിക്കണം നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ നിൻ്റെ സാന്നിധ്യം ഞാൻ കൊതിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ച് നെഞ്ചത്ത് കഴിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, അമ്മേ പരിശുദ്ധമ്മേ, എന്റെ ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യവും അനുഭവിക്കുവാൻ എന്നെ സാക്ഷിയാക്കണം. അങ്ങനെ സാന്നിധ്യത്തിന്റെ സാക്ഷിയാക്കി എന്നെ വളർത്തണമേ. ശ്രുതികട ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനങ്ങൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി ബലപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് അതായത് നിങ്ങളെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന്. ഇപ്പം നമ്മൾ മോളുടെ ജോസ്മിയുടെ കാര്യം പറഞ്ഞില്ലേ? ജോസ്മി ഇവിടെ വരുമ്പോൾ, ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എങ്ങനെയാണ് ജോസ്മിയുടെ ഒരു കിഡ്നി മുറിച്ച് കളഞ്ഞു ഇല്ലേ? പിന്നെ എന്താ ഡോക്ടർ പറഞ്ഞത്? മൂത്രസഞ്ചിയിൽ കുടലരിഞ്ഞിട്ട് മൂത്രസഞ്ചി വെച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് ലാസ്റ്റ് മൂമെൻ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ജോസ്മിക്ക് എന്താ സംഭവിച്ചത്? അവിടെ സാന്നിധ്യമാവുന്നത്. അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചീട്ട് മേടിച്ച് അൾത്താരെ വന്ന് എൻ്റെ ഈ ചീട്ട് തന്ന് ഞാൻ ചീട്ട് കൊണ്ടുപോയി മാതാവിൻ്റെ അടുത്ത് കൊടുത്ത് തിരിച്ചു വന്ന് ഇവളുടെ തലയെ കൈവച്ചപ്പോൾ അവൾ പറയുന്നത് കറണ്ട് അടിക്കണ പോലെ ശക്തിയിലെ കടിച്ചെന്നാണ്. അതെന്ന് പറയണത് നമ്മൾക്കറിയാം, ഇത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ ജോസ്മിയുടെ സാക്ഷി നിങ്ങൾ കേൾക്കണം, ഒന്നുകൂടി കേൾക്കണം, എല്ലായിരിക്കും. അവളുടെ ബ്ലാഡർ ശരിയായി, അവിടെ കിഡ്നി ശരിയായി, അവിടെ വയറുവേദന മാറി, എല്ലാം. ഇപ്പോൾ ദൈവത്തിനൊരു സെക്കൻഡ് മതി. നിങ്ങൾ ഓരോ പത്രം കൊടുത്താൽ ശരിയാവുക, ദൈവം തരുക. അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ നമ്മൾ തിരിച്ചെന്താ വാങ്ങിക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കണ പോലെയാണ്. നിങ്ങൾ ഇങ്ങനെ കുറേ വാദപ്പനിക്കാരുണ്ട് ഉടമ്പടി എടുത്തിരിക്കണത്. ഇങ്ങനെ എന്താ വാദപ്പനിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവായിട്ട് അവർ വാദപ്പനി, അവരുടെ ആത്മാവത്തിൽ ദൈവത്തോട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ലക്ഷ്യം വെക്കേണ്ടത്. ദൈവ സാന്നിധ്യം വന്നാൽ എല്ലാ വിഷയങ്ങൾക്കും തീർപ്പാകും. അതിന് ഞാൻ ആദ്യം പറഞ്ഞാണ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഈ ഭൗമാകർഷണവും ദൈവാകർഷണവും ഉണ്ടാകും സബ്ജക്റ്റിന്. ദൈവാകർഷണമുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം കൂട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പോർഷൻ ഉറപ്പ് വരുത്തുക. ഇപ്പം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ
നീ പറയണം, ഈ കുഞ്ഞിനെ കർത്താവിൻ്റെ പ്രീതികരമായ കുഞ്ഞായിട്ട് ഞാൻ വളർത്തും. ഈ കുഞ്ഞു വഴി ഞാൻ മുമ്പത്തേക്കാൾ നല്ല സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറും. എൻ്റെ അമ്മായിയമ്മയോട് ഞാൻ മിണ്ടണില്ല, നാത്തുമാരോട് മിണ്ടണില്ല, ഭർത്താവുമായിട്ടും മിണ്ടണില്ല. അപ്പോൾ വല്ല വഴക്കുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും ചിലരെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ചെളി കുറുകിയിരിക്കുന്ന ചെളിയിൽ സൂര്യൻ അടിക്കണ പോലെ ഇരിക്കും. നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ റിസപ്റ്റിവിറ്റിയിൽ നിങ്ങളൊരു മെഴുകാകാനാണ് നിങ്ങൾക്ക് നല്ലത്. കർത്താവിന് അറിയണം മെഴുക എങ്ങനെയാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വെയിലടിച്ച് കഴിഞ്ഞാൽ അത് ഉരുകും. ചെളിയാണെങ്കിൽ കട്ടിപിടിക്കും. നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നാൽ പിന്നെ കുഞ്ഞിനെ ഭർത്താവിനെ കൊണ്ട് പോലും എടുപ്പിക്കത്തില്ല, അമ്മനെ കൊണ്ട് എടുപ്പിക്കത്തില്ല, അതിൻ്റെ പേരിൽ പള്ളിയിൽ പോകത്തില്ല, കുടുംബപ്രാർത്ഥനയ്ക്ക് വന്നെടുക്കത്തില്ല. കുടുംബപ്രാർത്ഥന ഇരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ കൊച്ചിന് പാല് കൊടുക്കണത്. പലർക്കും വല്ലതും പറയാൻ പറ്റുമോ? കൊച്ചിന് പാല് കൊടുക്കേണ്ടതല്ലേ? ഇവളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബപ്രാർത്ഥനയ്ക്ക് ഈ പണ്ടാരം ഇരിക്കുകയാണ്, കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു 6 വയസ്സുള്ള കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് നോക്കി ഇങ്ങനെ ചത്തരുടെ വീട്ടിൽ മരിച്ചെടുക്കണ പോലെ ഇങ്ങനെ രൂപത്തിൽ നോക്കിയിരിക്കും. എന്നിട്ട് ഇവിടെ ന്യൂട്രായിട്ട് കുഞ്ഞിനിട്ടൊരു കള്ള് വെച്ച് കൊടുക്കും. അപ്പോൾ കുഞ്ഞ് അതൊക്കെ തന്നെ. അപ്പോൾ ഉടനെ ഇവിടെ 2 കൊട്ടും കൊട്ടിയിട്ട് കൊച്ചിനെ എടുത്തിട്ട് പാൽ കൊടുക്കാൻ പോയി. ഇവർക്ക് അവിടെ നിന്ന് സ്കപ്പ് ചെയ്യണം. ഇവർക്ക് കുടുംബപ്രാർത്ഥനയിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ പേരിൽ കുഞ്ഞിനെ കിള്ളി നിലവിളിപ്പിച്ചിട്ട്, അതായത് ഞാനൊരു 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയായാലും ഒരു 10,000 പിശാചുക്കളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള തരവിടിത്തരങ്ങൾ കയ്യിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബപ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പിശാച് എങ്ങനെ ഇരിക്കാൻ പറ്റും? ഒരു 5 പ്രാവശ്യം കുർബാന മുടക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഗർഭിണികളാണ് അപകടാവസ്ഥ ഇരിക്കുന്നത്. നിങ്ങൾ ഈ കൊച്ചിൻ്റെ പേരിൽ കർത്താവിനായിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഗർഭിണിയുടെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് സംവരണമാണ്. ഗർഭിണികൾക്ക് സംവരണമാണല്ല. അവർക്കൊന്നും വീട്ടിൽ ജോലി ചെയ്യേണ്ട, അവർക്ക് പള്ളിയിൽ പോകേണ്ട, കുടുംബപ്രാർത്ഥന കൂടേണ്ട, മൊത്തം സംവരണമാണ്. 90% സംവരണം. നീ എളിതരവുള്ളിടത്ത് വാദം കൊച്ചാൻ വേണ്ടി ഈ സംവരണം കൊണ്ട് ദൈവത്തിനായിട്ട് പണി കൊടുത്താൽ തിരിച്ചൊരു പണി വന്നാൽ എൻ്റെ പെണ്ണെ നീ താങ്ങത്തില്ല. അതുകൊണ്ട് നേരെ ചെറിയ വരാൻ പറഞ്ഞു. കർത്താവിൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ പറയണം, ഈ കുഞ്ഞിൻ്റെ പേരിൽ തന്നെ ഞാൻ മുമ്പത്തേക്കാൾ നിന്നോട് അടുത്തിരിക്കും. നിൻ്റെ കുർബാനയോട്, നിൻ്റെ ബലിപീഠത്തോട്, നിൻ്റെ കുടുംബപ്രാർത്ഥനയോട് ഈ കുഞ്ഞിൻ്റെ പേര് ഞാൻ നിൻ്റെ സാക്ഷികളായിരിക്കും. അതാണ് ദൈവത്തിൻ്റെ അംശമെന്ന് പറയണത്. അങ്ങനെ വന്ന് നോക്കട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്ന് അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം കണ്ട എന്താണ്? ആദ്യം കണ്ട 12:18 റോമർ എന്താ പറഞ്ഞത്? സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുക. അപ്പൊ എന്തിനാണ് സമാധാനത്തെ വർത്തിക്കണം എന്നാണ് പിന്നീട് പറയണത്. ഹെബ്രായർ 14:18 എന്താ പറയണത്? സമാധാനത്തെ വർത്തിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ഈ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന് പറയുന്നത് എന്തിനാണ് വിശുദ്ധി? എന്തിനാണ്? ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കാണ് ഈ സംഭവം പോണത്. ഹെബ്രായർ 14:13 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. അതാണ് പ്രശ്നം. വിശുദ്ധിക്ക് ലക്ഷ്യമൊന്നുമില്ല. വിശുദ്ധി ഒരു മാർഗമാണ്. സമാധാനമാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. സാധിക്കുന്നിടത്തോളം സമാധാനം വർത്തിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. എന്തിനാണ് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്? വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. ഉടമ്പടിയോട് സത്യസന്ധതയും നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവഗണം വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഭൗമഗണം കുറയ്ക്കുകയും ചെയ്യണം. ഓരോ ഉടമ്പടിയുടെ ഓരോ മാസവും കഴിഞ്ഞു പോകുമ്പോൾ ദൈവദർശനത്തിന് നീ നിന്നെ തന്നെ ഒരുക്കുന്ന അതിശക്തമായ ദൈവികമായ സംവിധാനമാണ് ഉടമ്പടി. ഉടമ്പടിയിലേക്ക് നിന്നെ കൊണ്ടുവന്നതിന് നീ നന്ദി പറയണം ദൈവത്തോട്. നീ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ മാത്രമല്ല ദൈവത്തിൻ്റെ നിയോഗങ്ങൾ, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അതിലെത്തുന്നവരെ ഉടമ്പടി നമ്മൾ യാത്ര തുടരും. യാത്രയ്ക്ക് ഒരു അന്ത്യമില്ല, നിനക്കറിയാമല്ലോ. നമ്മുടെ യാത്രയും നമ്മുടെ ഓട്ടവും ഒക്കെ, നമ്മുടെ ഓട്ടം വട്ടത്തിലല്ല കേട്ടോ, നീളത്തിലാണേ. ഇപ്പോൾ ഒളിമ്പിക്സിൻ്റെ കാലത്ത് നമ്മളെപ്പോഴും നോക്കുമ്പോൾ ആൾക്കാർ വട്ടത്തിൽ ഓടണം കാണാം. ഈ ഭൂമി കിടന്ന് മനുഷ്യനെ വട്ടത്തിൽ ഓടാനേ പറ്റത്തുള്ളൂ. ഭൂമിയിലുള്ള മനുഷ്യൻ ക്രിസ്തു വരെ എല്ലാം വട്ടത്തിൽ തന്നെ ഓടിക്കൊണ്ടിരുന്നത്. ഓടിയപാട്ടിൽ തന്നെ പിന്നെയും വന്നെത്തും. അതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. പക്ഷേ ക്രിസ്തു ആ വട്ടത്തിൽ നിന്ന് ചാൽ മാറ്റിയിട്ട് നിത്യത വരെ ഓടാനുള്ള വഴി തുറന്നു തന്നു. ഉടമ്പടി നിന്നെ നിത്യതയിലേക്ക് എത്തിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ഒളിമ്പിക്സിൻ്റെയൊക്കെ പത്തം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ചിരി വന്നു. മനുഷ്യൻ വട്ടത്തിൽ കിടന്ന് ഓടണം.
അപ്പോൾ എൻ്റെ മനസ്സ് വന്ന് ഓന്തോടിയ ബെയിലി വരെ, മനുഷ്യനോടിയ ഒളിമ്പിക്സ് വരെ, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു വിശ്വാസി ഓടിയാൽ അങ്ങനെ ഒരു ആ നിത്യത വരെ ഓടും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിൻ്റെ വിഷയത്തിന് പറ്റുന്ന രീതിയിൽ ദൈവം തന്നില്ല എന്ന് നിനക്ക് തോന്നിയാൽ ഉടനെ നീ അതൊരു പോളിസിയാക്കണം. ആ ഫണ്ട് മുഴുവൻ പോളിസിയാക്കണം. നിത്യതയിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവത്തിന് തിരിച്ച് സമർപ്പിക്കണം. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഒരിക്കലും കേൾക്കപ്പെടുന്നില്ല എന്നല്ല ബൈബിൾ പറയണത്. അത് കേൾക്കുന്ന ദൈവത്തിൻ്റെ കാലം ദൈവം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിക്ഷയാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നന്ദി. എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എൻ്റെ മക്കളെ, വലത് കരം ഇടത് നെഞ്ചിൽ വെക്കണം, ഇടത് കരം ശിരസിൽ വെക്കണം. ഉടമ്പടി ചെയ്ത എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി ഓൺലൈനിലുള്ളവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുന്ന അത്രയും സമയം ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ കൃപ നിങ്ങളെയൊക്കെ ആവശ്യിച്ചുകൊണ്ട് അനുഗ്രഹമായും കൃപയായും സൗഖ്യമായും കർത്താവിൻ്റെ സ്നേഹം പെയ്തിറങ്ങുന്ന വലിയ നിമിഷങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസനത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത. ഇയാൾ തറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ കൃപയിൽ ശക്തിയിലെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, അപ്പാ, സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ, നിന്റെ തിരുമുറിവാർന്ന വലത് കരത്താൽ എല്ലാ മക്കളെ സ്പർശിക്കണേ അപ്പാ. അപ്പൻ്റെ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപ്പ. എല്ലാ മക്കളെയും സ്പർശിക്കണമേ, എല്ലാ മക്കളെയും സ്പർശിക്കണമേ. ത്വക്കുകള്, ശരീരങ്ങള്, ആന്തരിക ശരീരങ്ങള്, ആന്തരിക അവയവങ്ങള്, കോശങ്ങള്, പേശികള്, നീര് കെട്ടിയ ശരീരം അപ്പാ സ്പർശിക്കണമേ. കർത്താവേ, വെള്ളം കെട്ടിയ വയറുകള് സ്പർശിക്കണമേ. കരരോഗികള്, കിഡ്നി രോഗികള്, നീര് കെട്ടിയ ശരീരം, വെള്ളം കെട്ടിയ ശരീരം, ഡാമേജ് ആയിട്ടുള്ള ആന്തരിക അവയവങ്ങള് അപ്പാ സ്പർശിക്കണമേ. ദൈവത്തിന്റെ കരുണ, യേശുക്രിസ്തുവിന്റെ കരുണ, കർത്താവിന്റെ കൃപ നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ, നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ. മാർഗരോഗങ്ങള്, തീരാവ്യാധികള്, പാൻക്രിയാസുകള്, കരട്, കിഡ്നി, ശ്വാസകോശങ്ങള്, തൈറോയിഡുകള്, ശിരസ്, ബ്രെയിന്, ഉച്ചുമൽ ഉള്ളങ്കാല് വരെ എല്ലാ കോശങ്ങളും, എല്ലാ പേശികളും, എല്ലാ ആന്തരിക അവയവവും യേശുക്രിസ്തുവിന്റെ നാമത്തിന് സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ,
ഉദര രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവ്. ഉദര രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവ്. കർത്താവ് പൊക്കിളിനെ സ്പർശിക്കണമേ കർത്താവ്. കർത്താവ് ഗർഭാശയത്തെ സ്പർശിക്കണം കർത്താവ്. കർത്താവ് മൂത്രാശയത്തെ സ്പർശിക്കണം കർത്താവ്. മൂത്രനാളികളെ ഗർഭനാളികളെ സ്പർശിക്കണം കർത്താവിൻ്റെ ബ്ലോക്കുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവ്. ഹൃദയത്തിൻ്റെ കുഴലുകൾ, ഭിത്തികൾ, ശ്വാസകോശങ്ങൾ, തന്ത്രികൾ കർത്താവിൻ്റെ രക്തത്താൽ കുതിരട്ടെ. കണ്ണ്, മൂക്ക്, അതിൻ്റെ ആന്തരികമായ കേടുപാടുകൾ കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. സ്പർശിക്കണം കർത്താവേ. നീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ, വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ, വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ കർത്താവേ, കർത്താവേ അങ്ങനെ ആണിപ്പെടുത്താറുന്ന വലതുകരം അനുഗ്രഹത്തിന്റെ അത്ഭുതകരം ഓരോ മകന്റെ പേരും മകളുടെ പേരും മുടിക്കൊഴിയുന്ന മക്കളെ ഒത്തുവരാത്ത പ്രാർത്ഥിക്കുന്നുണ്ട്. ജോലി ശരിയാകത്തിന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സാമ്പത്തിക തകർച്ചയുള്ളവര്, ജപ്തി നടപടിയെ നേരിടുന്നവര്, വരുമാനമാർഗം നഷ്ടപ്പെട്ടവര്, വീടില്ലാത്തവര് കർത്താവ്, കച്ചവടങ്ങൾ പൊട്ടിപ്പോയവര്, ജോലി നഷ്ടപ്പെട്ടവര്, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവര്, ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവര്, ടെസ്റ്റിന് പോകാൻ പോകുന്നവര് എല്ലാവരും ശ്രദ്ധ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ഡൈവേഴ്സായി പോയവരെ കേസാകപ്പെട്ടിരിക്കുന്നവരെല്ലാം സ്പർശിക്കണം. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ശക്തിയുടെ ദുരിതങ്ങളും തടസ്സങ്ങളും മാറിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. മഹത്വം മഹത്വം ആരാധന എല്ലാവരും മുട്ടേ നിൽക്കാം. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ സമാപന ആശീർവാദം സ്വീകരിക്കാം. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി യത്നിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സാക്ഷ്യഗണത്തിലേക്ക് ഞങ്ങളെയും ചേർക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും നിന്നിൽ മാത്രം, ക്രിസ്തുവിൽ മാത്രം സമാധാനം കണ്ടെത്താനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ.